2013 സ്വിറ്റ്സർലൻഡിലെ വിശുദ്ധ വാര ശുശ്രൂഷകൾ മലങ്കര കത്തോലിക്ക സഭയിലെ മാവേലിക്കര രൂപത അധ്യക്ഷൻ അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് തിരുമേനിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിരിക്കുകയാണ്. പിതാവ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മരിക്കുവാൻ വേണ്ടിയാണ്. നാമൊക്കെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ജീവിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന് അരുളി ചെയ്ത അവിടുന്ന് സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുത്തു. അവിടുത്തെ പാടുപീടകളുടെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് കടന്നുപോക്കലിൻ്റെ പെരുന്നാൾ ആഘോഷിച്ചതിൻ്റെയും കാൽവരിമലയുടെ നെറുകയിൽ മരക്കുരിശിൽ കിടന്നുകൊണ്ട് മനുഷ്യ സമൂഹത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചതിൻ്റെയും പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പരേതരോട് സുവിശേഷത്തിൻ്റെ സദ്വാർത്ത അറിയിച്ച് സകല മനുഷ്യർക്കുമുള്ള രക്ഷയുടെ അവകാശം സംലഭ്യമാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് മരണമേ നിന്റെ വിജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച് മരണത്തെ അതിജീവിച്ച് പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെയുമായ ഈ കാലഘട്ടമാണ് കഷ്ടാനുഭവ ആഴ്ചയുടെ കാലഘട്ടം എന്ന് നാം വിശേഷിപ്പിക്കപ്പെടുന്നത്. അവിടുത്തെ ദൈവപുത്രനാക്കുവാൻ പരിശ്രമിച്ചപ്പോൾ സൗകര്യപൂർവ്വം ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയ അവസരത്തിൽ ജനം അവിടുത്തെ രാജാവാക്കുവാൻ പരിശ്രമിച്ച് അവരിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ ഈ ലോകത്തെ വിട്ട് കടന്നു പോകുവാനുള്ള സമയം സമാഗതമായി എന്ന് വ്യക്തമായപ്പോൾ അവിടുന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഒരു കഴുതക്കുട്ടിയെ കൊണ്ടുവന്ന് അതിന് മുകളിൽ കയറി ജെറുസലേമിലേക്ക് ജൈത്രയാത്ര നടത്തുകയും ചെയ്ത് അവിടുത്തെ രാജ്യത്വം വെളിപ്പെടുത്തുന്ന സംഭവം നാം കാണുന്നു. ഇത് കണ്ട് അസിയാലുക്കളായ ഫരിസേയരും നിയമജ്ഞന്മാരുമൊക്കെ ഇവൻ മിണ്ടാതിരിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ജനം അവന് ദാവീദിൻ്റെ പുത്രന് ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓശാന എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ജനക്കൂട്ടം മിണ്ടാതിരിക്കുവാൻ ആഗ്രഹിച്ചതായ ആളുകളോട് അവിടുന്ന് പറയുകയാണ്, ഈ ജനം മിണ്ടാതിരുന്നാൽ ഇവിടെ കിടക്കുന്ന കല്ലുകൾ ആർ തട്ടഹസിക്കും, ദാവീദിൻ്റെ പുത്രന് ഓശാന എന്ന്. ജെറുസലേമിലേക്ക് പ്രവേശിച്ച അവിടുന്ന് ജെറുസലേം ദേവാലയത്തിൽ ദൈവത്തിന് നിരക്കാത്ത, മനുഷ്യർക്ക് നിരക്കാത്ത, മനസാക്ഷിക്ക് നിരക്കാത്ത സർവ കാര്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ക്രയവിക്രയം ചെയ്ത് ലാഭമുണ്ടാക്കുവാൻ പരിശ്രമിച്ചവരെ ദേവാലയത്തിൽ നിന്ന് ചാട്ടവാറ കൊണ്ട് അടിച്ചു പുറത്താക്കുന്ന രംഗവും നാം കാണുന്നുണ്ട്. ദേവാലയ ശുദ്ധീകരണം നിർവഹിച്ച ശേഷം അവിടുന്ന് കടന്നുപോക്കലിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുവാൻ, പെസഹ പെരുന്നാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്നു. ജനിച്ചപ്പോൾ സ്വന്തമായ സ്ഥലമില്ലാത്തവൻ, കാലിത്തൊഴുത്തിൽ ജനിച്ചവൻ, ജീവിച്ചപ്പോൾ അഭയാർത്ഥിയെപ്പോലെ ജെറുസലേമിലും സമറിയായാലും യൂദയായാലും ചുറ്റി നടന്ന് ദരിദ്രരോട് സുവിശേഷം അറിയിച്ചുകൊണ്ട്, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിച്ചുകൊണ്ട്, രോഗികൾക്ക് സൗഖ്യം നൽകിക്കൊണ്ട്, കർത്താവിൻ്റെ സ്വീകാര്യമായ മത്സരം അറിയിച്ചുകൊണ്ട്, നന്മ ചെയ്തുകൊണ്ട് ജീവിച്ച അവിടുന്ന് പെസഹ ആഘോഷിക്കുവാൻ അടിമത്വത്തിൽ നിന്ന് മോശ വഴി വിമോചിപ്പിക്കപ്പെട്ടതായ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ച ആ മഹാസംഭവം അനുസ്മരിച്ചുകൊണ്ട് വനത്തിലൂടെയും ചെങ്കടലിലൂടെയും കടന്നുപോയ, മരുഭൂമിയിലൂടെ ചെങ്കടലിലൂടെ കടന്നുപോയ അനുഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഈ ലോകത്തെ വിട്ട് കടന്നു പോകേണ്ടവരായ നമുക്ക് ദൈവീക സാന്നിധ്യം പഴയ നിയമത്തിൽ മന്നായും കാടപ്പക്ഷിയും നൽകിക്കൊണ്ട് പാറയിൽ നിന്ന് കുടിക്കുവാൻ വെള്ളമൊഴുക്കി കൊടുത്തുകൊണ്ട് നിർവഹിച്ചവൻ ഇവിടെ നിർവഹിക്കുവാൻ പോവുകയാണ് ഈ ലോകത്തെ വിട്ട് കടന്നു പോകുന്നതിന് മുമ്പായി. പെസഹ ഒരുക്കുവാൻ എവിടെയാണ് ഒരുക്കേണ്ടതെന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ വഴിയിലേക്ക് പോകുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന ഒരു മനുഷ്യനെ കാണും. ആ മനുഷ്യനോട് ചോദിക്കുക, അവൻ നിങ്ങൾക്ക് ഒരു മാളിക തയ്യാറാക്കി തരും. അപ്രകാരം ശിഷ്യന്മാർ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന മനുഷ്യനോട് ചോദിച്ചു, എവിടെയാണ് ഗുരുവിന് പെസഹ ഒരുക്കേണ്ടത്? അവർ ഒരു മാളിക കാണിച്ചു കൊടുത്തു. ആ മാളികയിൽ പെസഹ ഒരുക്കി.
സമയമായപ്പോൾ അവിടുന്ന് പെസഹ ഭക്ഷിക്കുവാനായി ശിഷ്യന്മാരോടൊപ്പം ഒന്നിച്ചു കൂടുന്നു. പെസഹ അത്താഴത്തിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് എൻ്റെ ശരീരമാണ്. മുന്തിരിച്ചാറെടുത്ത് ആശീർവദിച്ച് അരുളി ചെയ്തു, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാണ്. പഴയ നിയമത്തിൽ കുഞ്ഞാട്ടിൻകുട്ടിയുടെ രക്തമെടുത്ത് ജനത്തിൻ്റെ മേലും ഭവനത്തിൻ്റെ മേലും ദേവാലയത്തിലും കട്ടിളപ്പടികളുടെ മേലുമൊക്കെ തളിച്ചുകൊണ്ട് ശുദ്ധീകരണ കർമ്മം നിർവഹിച്ചുവെങ്കിൽ ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് സ്നാപയോഹന്നാൻ ആരെ കാണിച്ചു കൊടുത്തുവോ ആ ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി ഇത് എൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ രക്തമാണ് എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം കാൽവരി മലയുടെ നെറുകയിൽ അർപ്പിക്കപ്പെടുവാൻ പോകുന്ന ശരീരവും രക്തവും മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. എന്നെ ഭക്ഷിക്കുന്നവൻ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചുപോയി. എന്നാൽ അതുപോലെയല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യമായി ജീവിക്കും. നിത്യജീവൻ്റെ ആഹാരം, സ്നേഹത്തിൻ്റെ കൂദാശ, വിശുദ്ധ കുർബാന യേശു തമ്പുരാൻ സ്ഥാപിച്ച ദിവസമാണ് പെസഹ ദിവസം. ഈ ലോകത്തെ വിട്ട് കടന്നു പോകുന്നതിന് മുമ്പായി തൻ്റെ സാന്നിധ്യം തൻ്റെ മക്കൾക്ക് സംലഭ്യമാക്കി തരുവാൻ വേണ്ടി അവിടുന്ന് സ്ഥാപിച്ച സ്നേഹത്തിൻ്റെ കൂദാശയായ വിശുദ്ധ കുർബാന ഒരു ബലിയും ഒരു സമർപ്പണവുമായി നമ്മെ രൂപാന്തരപ്പെടുത്തണം. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അവിടുന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. നിങ്ങൾ എന്നെ ഗുരുവെന്നും നാഥനെന്നുമൊക്കെ വിളിക്കുന്നത് ശരിയാണ്. നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ ഇപ്രകാരം നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും ശുശ്രൂഷ ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് ജീവൻ നേടിയെടുക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ മോചനമായി കൊടുക്കുവാനുമാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമർത്ഥമായി ഉണ്ടാകുവാനും നല്ല ചെയ്തവൻ പാദങ്ങൾ കഴുകുന്ന ഒരു രംഗം നാം കാണുകയാണ്. താലത്തിൽ വെള്ളമെടുത്ത് വെൺകച്ച അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈ ചെയ്തത് നിങ്ങൾ പരസ്പരം ചെയ്യുവിൻ എന്ന് പറഞ്ഞ് ശുശ്രൂഷയുടെ മാനദണ്ഡം അധികാരം സേവനമാണ് എന്ന് കാണിച്ചു കൊടുത്തു. വീണ്ടും അവിടുന്ന് ഞാൻ ഈ ചെയ്തതെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞുകൊണ്ട് പൗരോഹിത്യം സ്ഥാപിച്ച ദിവസം കൂടിയാണ് പെസഹ ദിവസം. ദൈവം മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ, മനസാക്ഷിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തെയും മനുഷ്യരെയും ഈ പ്രപഞ്ചത്തെയും തമ്മിൽ യോജിപ്പിക്കുന്നവനാണ് ഒരു പുരോഹിതൻ. ആ പൗരോഹിത്യ ധർമ്മം നിർവഹിക്കുവാൻ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തുകയാണ്. പൗരോഹിത്യത്തിലൂടെ അനേകർക്ക് ദൈവവചന പ്രഘോഷകരായി, കൂദാശകളുടെ പരികർമ്മികളായി, ജനനേതാക്കന്മാരായി മാറുവാനുള്ള വലിയ അനുഗ്രഹം ദൈവം തമ്പുരാൻ പുരോഹിതന്മാർക്ക് നൽകുന്ന ദിവസം കൂടിയാണ് പെസഹ ദിവസം. ഞാനീ ചെയ്തതെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് സ്ഥാപിച്ച പൗരോഹിത്യത്തിലൂടെ നിത്യപുരോഹിതൻ്റെ ആഗ്രഹം ഈ ലോകത്തിൽ ജനങ്ങൾക്ക് സംലഭ്യമാക്കി കൊടുക്കുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട പുരോഹിതന്മാർ അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി, അതിൻ്റെ ഔന്നത്യം മനസ്സിലാക്കി, അതിൻ്റെ മഹാരഹസ്യം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ആ പുരോഹിതനായ നിത്യപുരോഹിതനായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് തങ്ങളും കടന്നു ചെല്ലേണ്ടവരാണെന്നും വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നിത്യസൗഭാഗ്യം അവിടുന്ന് വാഗ്ദാനം ചെയ്യുമെന്നുള്ളതും ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. പെസഹ അത്താഴത്തിന് ശേഷം അവിടുന്ന് ഗെത്സമേൻ തോട്ടത്തിലേക്ക് പോവുകയാണ്. പിറ്റേ ദിവസം കാൽവരി മലയുടെ നെറുകയിൽ അർപ്പിക്കപ്പെടുവാൻ പോകുന്ന ബലിയെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയും താൻ പിടിക്കപ്പെടുവാൻ പോകുന്നതും ചമ്മട്ടിയടി കേൾക്കുന്നതും മുൾക്കിരീടം ധരിക്കുന്നതും കാൽവരിയിലേക്ക് ജൈത്രയാത്ര നടത്തുന്നതുമായ ആ സംഭവങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ശക്തി ആർജിക്കുവാൻ അവിടുന്ന് പ്രാർത്ഥിക്കുവാനായി ഗെത്സമേൻ തോട്ടത്തിലേക്ക് പോകുന്നു. തൻ്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാർ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അവിടെ അവരോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്പം മാറി അവിടുന്ന് സ്വസ്ഥമായി തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്. രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. വേദനയുടെ തീവ്രത എന്തുമാത്രമുണ്ട് എന്ന്, ശരീരത്തിലെ ജലാംശമൊക്കെ നഷ്ടപ്പെട്ട് രോമകൂപങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത് രക്തമാണ്. അത് ആ വേദനയുടെ തീവ്രതയാണ് അറിയിക്കുന്നത്. അങ്ങനെ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് യൂദാസും കൂട്ടരും കൂടി വന്ന് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന ആ സാഹചര്യവും യേശുവിനെ പിടിച്ചുകൊണ്ടു പോകുന്ന സാഹചര്യവും ഒക്കെ നമ്മൾ കാണുന്നത്. ഗുരു
യൂദാസിനോട് ഒന്നും പ്രതികരിക്കുന്നില്ല. പത്രോസ് ഭടന്മാരുടെ ശിരസ് ഛേദിക്കുവാനുള്ള ആഗ്രഹത്തിൽ വാളെടുത്ത് വെട്ടുമ്പോൾ മാൽക്കൂസിൻ്റെ ചെവി മുറിഞ്ഞു പോകുന്നതായിട്ട് നാം കാണുന്നു. യേശു എന്താണ് പറയുന്നത്? പത്രോസെ, വാൾ നിന്റെ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. പത്രോസിനെ ശകാരിക്കുന്ന യേശു മാൽക്കൂസിൻ്റെ ചെവി സൗഖ്യപ്പെടുത്തുക കൂടി ചെയ്തു. ശത്രുസ്നേഹത്തിൻ്റെ മാഹാത്മ്യവും അവിടെ കാണിക്കുന്നു. അവിടുന്ന് പിടിക്കപ്പെട്ട് പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോയി അവിടെ ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് വേലക്കാരിയുടെ മുമ്പിൽ, അവിടുത്തെ മറ്റ് ജോലിക്കാരുടെ മുമ്പിൽ, പരിചാരകരുടെ മുമ്പിലൊക്കെ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നതായിട്ട് നാം കാണുന്നു. യേശു പത്രോസിനെ ഒന്ന് നോക്കുക മാത്രമാണ് ചെയ്തത്. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി പത്രോസ് ദുഃഖിതനായി അനുതാപത്തോടുകൂടി കരയുമ്പോൾ ആ കണ്ണുനീർ ചാലുകൾ വറ്റാതെ തുടരുകയാണ് എന്നുള്ളതും നാം മനസ്സിലാക്കണം. വീണ്ടും അവിടുന്ന് ഗെത്സമേൻ തോട്ടത്തിൽ നിന്നും പിടിക്കപ്പെട്ട അവിടുത്തെ മുൾക്കിരീടം ധരിച്ച് പരിഹാസ രാജാവാക്കി ചെമ്മട്ടുകളാൽ അടിക്കപ്പെട്ട് കുരിശും ചുമന്നുകൊണ്ട് ഗോകുൽത്താ മലയിലേക്ക് പോകുന്ന ആ സംഭവം, ആ ബലിയർപ്പിക്കുവാൻ പോകുന്ന സംഭവങ്ങളുടെ ഓരോന്നും വളരെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള ഓരോ കാര്യങ്ങളാണ്. ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നു പോകുന്നതിൻ്റെയും മനുഷ്യനിൽ നിന്നും അകന്നു പോകുന്നതിൻ്റെയും മനസാക്ഷിയുടെ അകന്നു പോകുന്നതിൻ്റെയും പരിണിത ഫലത്തിന് പരിഹാരമനുഷ്ഠിക്കുന്ന യേശുവിനോടൊപ്പം നാമും പരിഹാരമനുഷ്ഠിക്കുവാൻ കാൽവരിയിലേക്ക് കുരിശും ചുമന്നുകൊണ്ട് പോകേണ്ടവരാണ്. ദൈവ ഇഷ്ടവും മനുഷ്യ ഇഷ്ടവും ചേരുന്നതാണല്ലോ കുരിശ്. അവിടുത്തെ ബലി കാൽവരിയുടെ മലയിൽ പൂർത്തിയാകുമ്പോൾ തന്നോട് ക്രൂശിച്ചവരോട് നിരുപാധികമായി ക്ഷമിച്ചുകൊണ്ട് ശത്രുസ്നേഹത്തിൻ്റെ മാഹാത്മ്യം കാണിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത്. തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിനെ തിരുത്തുവാനുള്ള മനോഭാവം കാണിക്കാതെ ജീവിക്കുന്ന സാഹചര്യത്തിൽ പിതാവേ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുവാനുള്ള മനോഭാവം നാം ഓരോരുത്തരും ഇന്ന് കാണിക്കുമ്പോഴാണ് ആ ശത്രുസ്നേഹത്തിൻ്റെ മാഹാത്മ്യം കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോൾ പ്രിയപ്പെട്ട ശിഷ്യന്മാരെല്ലാം എവിടെയാണ്? സ്നേഹത്തിൻ്റെ ശിഷ്യനായ യോഹന്നാനും തൻ്റെ വാത്സല്യ അമ്മയും കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നു. ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. പരസ്പരം അവരെ കൈമാറുന്നു. അവിടുന്ന് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് നീ എന്നെ കൈവിട്ടതെന്തെന്ന് ചോദിക്കുന്ന അവിടുന്ന് പരമപിതാവിൻ്റെ കരങ്ങളിൽ തന്നെ വരവേൽപ്പിക്കുന്നു. പരമപിതാവ് താങ്ങിപ്പിടിക്കുന്നതായും പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നതായും കണ്ടപ്പോൾ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ വരവേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ വെടിഞ്ഞു. പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് വിലാവിൽ കുത്തി. ആ മുറിവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ആ വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെടുവാനും രക്തത്താൽ ശക്തീകരിക്കപ്പെടുവാനുമുള്ള വലിയ അനുഗ്രഹമാണ് അവിടെ നമുക്ക് നൽകിയത്. കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ച അവിടുത്തെ താഴെ ഇറക്കി അമ്മയുടെ മടിയിൽ കിടത്തുമ്പോൾ വേദനയുടെ വാളാൽ അമ്മയുടെ ഹൃദയം പിളരുകയാണ്. എങ്കിലും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന പ്രത്യുത്തരമാണ് അമ്മ നൽകുന്നത്. വീണ്ടും മകൻ്റെ മൃതശരീരം സംസ്കരിക്കുന്നതായ സാഹചര്യം. അരിമത്യക്കാരൻ യൗസേപ്പും നിക്കോദിമോസും കൂടി പീലാത്തോസിൻ്റെ അടുത്ത് നിന്ന് അനുവാദം വാങ്ങിച്ച് അവിടുത്തെ ശരീരം പുതിയ കല്ലറയിൽ സംസ്കരിക്കുകയാണ്. ജനിച്ചപ്പോൾ സ്വന്തമായ സ്ഥലമില്ലാത്തവൻ, ജീവിച്ചപ്പോൾ സ്ഥലമില്ലാത്തവൻ, മരിച്ചപ്പോൾ കുരിശിൽ കിടന്ന് മരിച്ചവൻ അടക്കം ചെയ്യപ്പെട്ടത് മറ്റൊരുത്തിനു വേണ്ടി തയ്യാറാക്കിയ കല്ലറയിലാണ്. മനുഷ്യനിർമ്മിതമായ കല്ലറകൾക്കോ സംവിധാനങ്ങൾക്കോ സർവശക്തനെ അടക്കി വയ്ക്കുവാനോ ഒതുക്കി വയ്ക്കുവാനോ ആവില്ല. മരണമേ നിൻ്റെ വിജയം എവിടെ? മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് 3-ാം ദിവസം പാതാളത്തിലെ പരേതർക്ക് രക്ഷയുടെ സന്ദേശം നൽകിക്കൊണ്ട് അവർക്കും വിമോചനം നൽകിക്കൊണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആ അനുഗ്രഹത്താൽ ഈ ലോകത്തിലേക്ക് കടന്നു വരികയാണ്. ഓടിപ്പോയ ശിഷ്യന്മാരെ ഒന്നിച്ചു കൂട്ടുന്നു. നിരാശയിലായിരുന്നവർക്ക് പ്രത്യാശ നൽകുന്നു. വചനം വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് ഹൃദയം ജ്വലിപ്പിക്കുന്നു. അപ്പം മുറിച്ചു കൊടുത്തുകൊണ്ട് കണ്ണുകൾ തുറന്നു കൊടുക്കുന്നു. അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങളോടുകൂടി എന്നും ഇരിക്കുന്നതിന് എന്നും നയിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ നൽകും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് പരമപിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നു. 10-ാം ദിവസം അഗ്നിനാവിൻ്റെ സാദൃശ്യത്തിൽ പരിശുദ്ധയമ്മയുടെയും ശിഷ്യഗണത്തിൻ്റെയും മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭ ഉദ്ഘാടനം ചെയ്യുന്നു. ഈ രക്ഷാകരമായ സംഭവങ്ങളെയൊക്കെ അനുസ്മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്ന മലങ്കര കത്തോലിക്കരായ ആളുകൾ, സീറോ മലബാർ കത്തോലിക്കരായ ആളുകൾ, ലത്തീൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ തുടങ്ങിയ മലയാളികളായ
ക്രൈസ്തവ കൂട്ടായ്മയ്ക്ക് ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഇടയായതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തന മേഖലകളിൽ നാമും ഈ ലോകത്തെ വിട്ട് കടന്നു പോകേണ്ടവരാണെന്നും നാമും ഈ ലോകത്തെ വിട്ട് കടന്ന് പരമപിതാവിൻ്റെ സന്നിധിയിലേക്ക് മരണം വഴി കടന്നു പോകേണ്ടവരാണെന്നും പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഈ വലിയ നോയമ്പിൻ്റെ അവസാന ഘട്ടത്തിലെ ഈസ്റ്ററിൻ്റെ ഈ കാലഘട്ടത്തിൽ തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ മിശിഹ മരിച്ച് പുനരുത്ഥാനം ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്, നിങ്ങളുടെ പ്രവൃത്തിയും വ്യർത്ഥം തന്നെ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. ഈ വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവയെക്കുറിച്ചുള്ള ബോധ്യവുമാണ് എന്ന് എബ്രായക്കാർക്ക് ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഭയിൽ നിന്നും ഔദ്യോഗികമായി രോഗകാരണങ്ങളാൽ വിരമിച്ച പരിശുദ്ധനായ പിതാവ് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ വിശ്വാസവർഷം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തിന് എന്നും നന്ദിയുള്ളവരായിരിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ച വിശ്വാസം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന്, വിശ്വാസ പരിശീലകരിൽ നിന്ന്, നമ്മുടെ അച്ഛന്മാരിൽ നിന്ന്, സിസ്റ്റേഴ്സിൽ നിന്ന് ഒക്കെ ലഭിച്ചതായ ആ വിശ്വാസത്തിന് എന്നും നാം സഭയോടും ദൈവത്തോടും നന്ദിയുള്ളവരായിരിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് പരിശുദ്ധ പിതാവ് എടുത്ത് പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ചതായ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവിൻ. നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന, പരീക്ഷിക്കപ്പെടുന്ന നിരവധി അവസരങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, സഭാത്മക ജീവിതത്തിൽ നമുക്ക് നേരിടുന്നുണ്ട്. അവിടെയെല്ലാം സൗൾ പൗലോസായി മാറിയതുപോലെ, പൗലോസിൻ്റെ മാനസാന്തരം പോലെ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരത്തിൽ നിന്നും വിനയത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവികമായ കൃപയെക്കുറിച്ച് ഓർക്കുവാൻ, നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവം എന്നോടുകൂടി ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. പൗലോസ് അപ്പോസ്തലൻ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയ അവസരത്തിൽ ചോദിക്കുകയാണ്, എൻ്റെ കർത്താവിൽ നിന്ന് എന്നെ അകറ്റുവാൻ ആർക്ക് കഴിയും? പട്ടിണിക്ക് കഴിയുമോ? പീഡനങ്ങൾ കഴിയുമോ? ആപത്തിന് കഴിയുമോ? വാളിന് കഴിയുമോ? നഗ്നതയ്ക്ക് കഴിയുമോ? ഒന്നിനും കഴിയുകയില്ല. അങ്ങനെയുള്ള ആഴമായ വിശ്വാസം പൗലോസ് കാത്തു സൂക്ഷിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുവാൻ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, തെറ്റിദ്ധാരണകൾ, പ്രശ്നങ്ങൾ, ആകുലതകൾ, ഇവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കുവാൻ, പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ, ആഴങ്ങളിലേക്ക് വിശ്വാസത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള ഒരവസരമാണ് ഇത്. അവസാനമായി പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞത്, നിങ്ങൾക്ക് ലഭിച്ച ആഴമായ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. മറ്റുള്ളവർ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. എന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ളവരാണ്. അവർ ആരായിക്കൊള്ളട്ടെ, ഏത് ദേശക്കാരായിക്കൊള്ളട്ടെ, ഏത് മതക്കാരായിക്കൊള്ളട്ടെ, അവർ മനുഷ്യരാണ്. ഈ മനുഷ്യത്വത്തോടുകൂടിയുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ ആഗോള തലത്തിലേക്ക് ഉയർന്നു വന്ന ഈ സാഹചര്യത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്ക് പ്രത്യാശയുടെ സന്ദേശം നൽകിയെങ്കിൽ, ബെനഡിക്റ്റ് മാർപ്പാപ്പ നമുക്ക് വിശ്വാസത്തിൻ്റെ സന്ദേശം നൽകിയെങ്കിൽ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഉപമിയുടേതായ, സ്നേഹത്തിൻ്റെതായ, ചാരിറ്റിയുടേതായ, കാരിത്താസിൻ്റെതായ സന്ദേശം നൽകുകയാണ്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് ഈശ്വര സാന്നിധ്യം മനുഷ്യ മനസ്സുകളിൽ നിറയുന്നത്. മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോൾ ഈശ്വര സാന്നിധ്യം മനുഷ്യ മനസ്സുകളിൽ മരിക്കുകയാണ്. കാലഘട്ടത്തിന് അനുയോജ്യരായ ഇടയന്മാരെ നൽകിയ സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പുനരുത്ഥാനത്തിൻ്റെ കാലഘട്ടം പ്രത്യാശയുടെ കാലഘട്ടമാക്കി നാം ഓരോരുത്തരും തീർത്തുകൊണ്ട് മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, വിദ്വേഷത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പുനരുത്ഥാനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജോഷുവ മാർ ഇഗ്നാത്തിയോസ്, മാവേലിക്കര, മെത്രാപ്പൊലീത്ത.